നിനക്ക് പാടുന്നുണ്ടെ പാടുമയിരെ, ഇല്ലെങ്കിൽ ഇറങ്ങി പോകാൻ പറഞ്ഞു. അങ്ങനെ ഡബ്സി ഇറങ്ങിപ്പോയി. സൗണ്ട് കുറക്കരുത്. ഏത് വാപ്പാണേലും മൈക്ക് പിടിച്ചിട്ട് സൗണ്ട് ചെക്കാണ്. ബ്രോ അവിടുന്നല്ല ഏതാ ആമിട്ടിരുന്നാണ് കരുത്തെന്താണെന്നറിയോ? എന്തൊക്കെ കാണിച്ചാലും ഉണ്ടല്ലോ, ഇനിയിപ്പോൾ ഇതൊക്കെ എന്തൊക്കെ വന്നാലും നാളെ മുട്ടിലഴിഞ്ഞുകൊണ്ട് മുട്ട് കുത്തിയിട്ട് അവൻ്റെ അടുത്തേക്ക് വരും അടുത്ത പരിപാടി. കാരണം എന്താ, ഇവന് അതിനുള്ള വാല്യൂ ഉണ്ട്. ഇവൻ്റെ പരിപാടി കാണാൻ ആൾക്കാരുണ്ട്. എത്ര ലക്ഷം രൂപ മുടക്കിയിട്ടായിരിക്കും ആ ഒരു പരിപാടി, ആ ഒരു സെറ്റ് അവിടെ ഇട്ടായിരുന്നത്. ഇവൻ്റെ ഒറ്റ നിമിഷം കൊണ്ട് ആ പണ്ട് എത്രത്തോളം പണിക്കാർ ഇടിങ്ങേറാണ്ടാവുന്നറിയോ? എത്ര ദിവസത്തെ ഇടിങ്ങേറായിരിക്കും അറിയാം. ഞാനൊക്കെ ആ ഒരു വർക്കിന് പോയതുകൊണ്ട് എനിക്കറിയാം എത്രത്തോളം ദിവസത്തെ ഇടിങ്ങേറായിരിക്കും എന്നറിയാമോ. എത്രത്തോളം കേൾക്കുന്നുണ്ടെന്നറിയാമോ ഈ ഒരു സെറ്റിൻ്റെ പരിപാടിക്ക് എന്ന് പറഞ്ഞാൽ എത്രത്തോളം കേൾക്കുമെന്നറിയാമോ. എത്രത്തോളം ഏത് കലാകാരന്മാരാണെങ്കിലും പറയുന്ന വർത്തമാനങ്ങൾക്ക് ചിലപ്പോൾ അന്തമില്ലാത്ത വർത്തമാനങ്ങൾ പറയും, നമുക്ക് കേട്ട് ഇങ്ങനെ പൊളി. പക്ഷെ അതൊക്കെ കേട്ട് സഹിച്ച് നിന്നിട്ട് ആ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ അവൻ്റെ വയറ്റിപ്പഴുപ്പായി പോയിട്ടാണ് അവൻ അത് കേട്ട് നിൽക്കുന്നത്. അല്ലെങ്കിൽ അവൻ ആ തന്തക്ക് വിളിക്കുമ്പോഴല്ല നീ പോകാൻ ഐഡിയെന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഇറങ്ങി പോവാം. പക്ഷെ അവൻ്റെ വയറ്റിപ്പഴുപ്പായതുകൊണ്ട് അവൻ കേട്ട് നിൽക്കണം. എന്നാൽ ഇവനാ വയറ്റിപ്പഴുപ്പ് അവനത് മുതലാക്കിയിട്ടുണ്ടല്ലോ, അവൻ അതിനെ അടിച്ച് കയറ്റാണ്. എന്തൊരു മൈരന്മാരാന്ന് നോക്കണേ. അവന് നല്ല തന്തയുണ്ട്. അവന് തന്തയുള്ളതുകൊണ്ടാണല്ലോ അവൻ ഇങ്ങനെ പറയണത്. ശരിയല്ലേ? ഒരു കലാകാരനാണ്. അത് എന്തടിച്ചിട്ടാണോ, എന്ത് പറയടിച്ചിട്ടാണോ, അല്ലെങ്കിൽ എന്തിനാണോ ആ സ്റ്റേജിൽ കയറണത് നമുക്കൊന്നും പറയാനില്ല. കാരണം അവൻ അത്രയും റേറ്റിംഗ് ഉണ്ട്. അവൻ സ്വന്തമായിട്ട് അവൻ്റെ കഴിവുകൊണ്ട് കയറുന്നൊരു വ്യക്തിയാണ്. ഓക്കെ, നമുക്കെല്ലാം അക്സെപ്റ്റ് ചെയ്യാം. പക്ഷേ ഈ പറയണതിന് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്കൊരിക്കലും അംഗീകരിച്ച് കൊടുക്കാൻ പറ്റില്ലാത്ത തെറികളാണ് ഇവൻ പറയണത്. തന്തക്ക് വിളിക്കുക എന്ന് പറയുന്ന ശരിക്കും പറഞ്ഞ തള്ളേനെ കൂട്ടി കൊടുത്തതിൻ്റെ അവസ്ഥയായിട്ടാണ് ഇവൻ തന്തക്ക് വിളിക്കണം. ആ ഒരു രീതിക്കാണ് ആ ഒരു വിളി അവൻ്റെ. എന്താണെങ്കിലും മോനെ, നമുക്ക് ഈ കേട്ടൊരു വ്യക്തി ഉണ്ടല്ലോ, ഇത് കേൾക്കടയത് ഇവൻ ആരെയാണ് ഈ വിളിക്കണേന്നുള്ള ആ വ്യക്തിയുടെ വാക്കുകൾ അല്ലെങ്കിൽ അദ്ദേഹം പറയണമെന്ന് കേട്ടു വയ്ക്കണം. ഇത് ഇപ്പം ഈ കണ്ടോണ്ടിരിക്കുന്ന വീഡിയോയിൽ ഡബ്സിയായിട്ട് ഉടക്ക് പിടിക്കുന്നത് ഞാൻ തന്നെയാണ് അത് വർക്ക് ചെയ്തത്. ഞാനായിട്ടാണ് ഉടക്ക് പിടിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ കാരണം വേറൊന്നുമില്ല. ഡബ്സി വന്നത് തന്നെ അടിച്ച് ഫിറ്റായിട്ടാണ് വന്നത്. എന്തൊക്കെയോ സാധനം വലിച്ചു കയറ്റിയിട്ടാണ് വന്നത്. അപ്പോൾ വന്ന് അവിടെയുള്ള ബാക്കിയുള്ള ആർട്ടിസ്റ്റുകളെല്ലാം അണ്ടർഗ്രൗണ്ട് ആർട്ടിസ്റ്റുകളൊക്കെ അതാണ് ചെറിയ ആർട്ടിസ്റ്റുകളാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഒരു വിഷയം ഉണ്ടാക്കി അവിടെ. അങ്ങനെ വൻ വിഷയം ഉണ്ടായി. പിന്നെ ട്രിവാൻഡ്രത്ത് നിന്ന് നമ്മുടെ ഒരു ബെൽപാക്കൊക്കെ ആയിട്ട് അവരിങ്ങനെ പോയി. അത് കഴിഞ്ഞത് തിരിച്ചു കൊണ്ടെത്തുന്നു. അപ്പം മൈക്കും ബെൽപാക്കൊക്കെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു അത്ര. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് DJ പ്ലെയറിൻ്റെ ഔട്ട് ഡിസ്ട്രോട്ടഡ് ആയിട്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ബൂത്തിൽ DJ പ്ലേ ചെയ്തുകൊണ്ടിരുന്നവനോട് പറഞ്ഞു, ട്രാക്ക് പ്ലേ ചെയ്തുകൊണ്ടിരുന്നവനോട് പറഞ്ഞു, ബ്രോ ഡിസ്ട്രോട്ടഡ് ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞിട്ട് ഞാൻ ട്രാക്കിൻ്റെ ലെവൽ കളിച്ചു. അത് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം പുള്ളി പാടുന്നില്ല, ജസ്റ്റ് ആകെ തെറി പറയാനും ഒച്ചപ്പാടുണ്ടാക്കാനും വേണ്ടിയിട്ട് മാത്രമാണ് മൈക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ട്രാക്ക് വലിച്ചപ്പോൾ പുള്ളി പാടുന്നില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും പുള്ളിയുടെ കോൺഫിഡൻസ് പോയി. അപ്പോൾ അത് എൻ്റെ നേരെ തിരിഞ്ഞു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കുറേ നേരം ഞാൻ അതിന് ചീത്ത കേട്ടോണ്ടിരുന്നു. ലാസ്റ്റ് സൈ കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു, നിനക്ക് പാടുന്നുണ്ടെ പാടുമയിരെ, ഇല്ലെങ്കിൽ ഇറങ്ങി പോകാൻ പറഞ്ഞു. അങ്ങനെ ഡബ്സി ഇറങ്ങിപ്പോയി. ഇതാണ് സംഭവം. നിലവിൽ വേറൊരു കേസ് പറയാനുണ്ട്. ഈ മയറിനോട് പറയാനുള്ളത്, അത് ഇതേപോലുള്ള നല്ല കലാകാരന്മാരോട് പറയാനുള്ളൊരു കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ പണിക്ക് പോയൊരു വ്യക്തിയാണ്. ഞാൻ പോയിട്ടുണ്ട് കുറച്ച് കാലം. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കൂടെ ഞാൻ ഈ ഒരു വർക്കിന് പോയൊരു വ്യക്തിയാണ്. അപ്പോൾ ഒരു വെയിലത്ത് എൻ്റെ പൊന്നടാ എടങ്ങേറാവുന്ന പറഞ്ഞല്ലോ, ഭ്രാന്ത് പിടിച്ചു പോകണം. ആ വെയിലൊക്കെ ഉള്ള ടൈമിൽ പോയിട്ട് ഈ ഒരു സ്പീക്കർ തന്നെ പൊക്കണമെങ്കിൽ എത്രത്തോളം എടങ്ങേറാണെന്നറിയാം. ഒരു സ്പീക്കർ പൊക്കി മാറ്റി വെക്കണമെങ്കിൽ തന്നെ അതുപോലെ തന്നെ എത്ര ലക്ഷം രൂപയുടെ മുതലാണ് ആ ഇത് കയറി ഇരിക്കണമെന്നറിയാം. അല്ലെങ്കിൽ അതൊന്നും വേണ്ട, ഈ പ്രോഗ്രാമിന് എത്ര ലക്ഷം രൂപ മുടക്കിയിട്ടാണ് ഇവനെ വിചാരിച്ചുകൊണ്ട് ഇവനെ കരുതി കൊണ്ട് എത്ര ലക്ഷം രൂപ അവിടെ മുടക്കിയിട്ടാണ് ഈ ഒരു പരിപാടി നടത്തണമെന്നുള്ള ഇവനെ ആലോചിക്കുക. ഇവന് കിട്ടിയത് കേട്ട് അടിച്ച് കയറ്റിയിട്ട് വന്നിട്ട് ഇവന് ചെയ്യണത് തെറ്റൊന്നുമില്ല. ഇവനടിക്കാണ്ടിരിക്കാം. പക്ഷെ ഒരു സ്റ്റേജിൽ അല്ലെങ്കിൽ ഒരു പൊതുവേദിയിൽ ചെന്നിട്ട് കാണിക്കേണ്ട ഒരു ബഹുമാനമാണ്. എത്രത്തോളം കലാകാരന്മാരുടെ പരിപാടി അറ്റൻഡ് ചെയ്തൊരു വ്യക്തിയായിരിക്കും ഈ പറഞ്ഞ ആൾ. ഇന്ന് വരെ ഇതുപോലെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടാവില്ല ആ ഒരു വ്യക്തിക്ക്. കാരണം ഇവൻ്റെ പാട്ടൊക്കെ നല്ല ഇവനോ ആ ജനങ്ങൾ സ്വീകരിക്കുന്നതുകൊണ്ടായിരിക്കും ഇത്രയും ജനം. അല്ലെങ്കിൽ അതുകൊണ്ട് അദ്ദേഹം ഈ വയറ്റിപ്പഴുപ്പ് നടത്തുന്നവരായിരിക്കും ഈ ഒരു പരിപാടി നടത്തുന്നത്. അല്ലെങ്കിൽ അതുകൊണ്ട് എന്തെങ്കിലും ഗുണം കിട്ടുന്നവരായിരിക്കും നടത്തുന്നത്. അതിൻ്റെ ഇടയിൽ വന്നിട്ട് ഈ വക കഴപ്പൊക്കെ തീർത്തിട്ട് അവന് പോകാൻ നേരത്തെ അവന് സലാം പറഞ്ഞു, അസ്സലാമു അലൈക്കും ഫക്കിയൂന്ന്. എത്രത്തോളം നല്ല തന്തക്കുണ്ടായവനാണെങ്കിൽ ആ ഒരു ഡയലോഗ് അടിച്ചിട്ട് പോകണം. ഫോണിൽ മാന്യമായിട്ട് ഇറങ്ങി പോവാം, എനിക്ക് സൗകര്യമില്ല എന്നുള്ള രീതിക്ക് അവൻ തന്തക്കും വിളിക്കണം തള്ളക്കും വിളിച്ചിട്ട് കയറി ഇറങ്ങി പോകാൻ ഇവനെയൊക്കെ വെറുതെ വിട്ടിട്ട്, അല്ലെങ്കിൽ ഇവനൊന്നും ഒരു പരിപാടിക്ക് വിളിക്കരുതെന്നേ. ഇങ്ങനെയുള്ള മൈരന്മാരെ കണ്ട് ഒഴിവാക്കുക. ഒരു പരിപാടിക്ക് വിളിക്കരുത്.